ഇന്ന് ഏറ്റവും പ്രധാനമായും പുറത്തു വന്നിരിക്കുന്നത് ഈ ആക്രമണ ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങൾ ഏത് തരത്തിലാണ് ഡ്രോൺ പതിക്കുന്നതെന്നും എങ്ങനെയാണ് അതൊരു വലിയ ആക്രമണമായി മാറിയിരിക്കുന്നത് എന്നുള്ളതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളൊക്കെയും ഔദ്യോഗികമായി പുറത്തു വന്നിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾക്കാണ് ഈ സമയം ഏറ്റവും അധികം പ്രാധാന്യമുള്ളത്. കാരണം ഡ്രോൺ വന്ന് പതിക്കുന്നു, ഒപ്പം തന്നെ വലിയ തീപിടുത്തം ഉണ്ടാകുന്നു. ആ തീപിടുത്തം ഏത് തരത്തിലാണ് അത് പടരുന്നത്, ഒപ്പം തന്നെ അവിടെ നിന്ന് ജീവനം കൊണ്ട് രക്ഷപ്പെടുന്ന ഒരുപാട് മനുഷ്യരെ കാണാൻ കഴിയുന്നുണ്ട്. കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു, ചില്ലുകൾ തകർന്നു വീഴുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ ഓടിപ്പോകുന്ന കുറേയധികം മനുഷ്യരെയൊക്കെ കാണാൻ കഴിയുന്ന ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ ഒരു ഇറാന്റെ വാദങ്ങളെ ഒരു നിലയ്ക്കും കുവൈറ്റ് അംഗീകരിക്കുന്നില്ല. സ്വാഭാവികമായും ഇറാൻ തന്നെയാണ് ആക്രമണം നടത്തിയത് എന്ന് കുവൈറ്റ് പറയുന്നുണ്ട്. മാത്രമല്ല അതൊരു ഭീകരാക്രമണമാണ് എന്ന നിലയിലാണ് ഈ ആക്രമണങ്ങൾ ഓരോന്നും, അത് കഴിഞ്ഞ ആഴ്ച യുഎയിൽ ഉണ്ടായ ആക്രമണം മുതൽ ഇങ്ങോട്ട് ഓരോ ആക്രമണങ്ങളെയും ഗൾഫ് രാജ്യങ്ങൾ ഓരോന്നും ഭീകരാക്രമണം എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. ആ നിലയ്ക്ക് തന്നെയാണ് ഇറാന്റെ ഈ ആക്രമണത്തെ കുവൈറ്റും കാണുന്നത്. മാത്രമല്ല ഏതെങ്കിലും നിലയ്ക്ക് ഇറാന്റെ വാദത്തിന് എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ ഇത്തരത്തിൽ ദൃശ്യങ്ങളടക്കം പുറത്തുവിടാൻ കുവൈറ്റ് തയ്യാറാവുകയുമില്ല. ഔദ്യോഗികമായി തന്നെ പുറത്തുവിട്ട ദൃശ്യങ്ങളാണിത്. അപ്പോൾ ആ നിലയ്ക്ക് തയ്യാറാവുകയുമില്ല. അത്തരത്തിൽ വാദങ്ങളെ പൂർണ്ണമായും തള്ളുന്നു. ഈ എയർപോർട്ടിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ ടെർമിനൽ 1 പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. എന്നാൽ അത് പൂർണ്ണ തോതിൽ എപ്പോൾ ശരിയാകും എന്നുള്ളത് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് അതിൽ എത്രത്തോളം കേടുപാടുകൾ പറ്റിയിട്ടുള്ളത്. നേരത്തെ ഇത്രയധികം കേടുപാടുകൾ പറ്റാത്തപ്പോൾ പോലും ഏറ്റവും ഒടുവിൽ ഈ വെടിനിർത്തൽ പ്രഖ്യാപനമുണ്ടായി ഏറ്റവും ഒടുവിൽ തുറന്ന വിമാനത്താവളമാണ് കുവൈറ്റ് വിമാനത്താവളം. അപ്പോൾ ഈ നിലയ്ക്ക് ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഇനി എപ്പോഴാണ് പൂർണ്ണതോതിൽ പ്രവർത്തിക്കുക എന്നുള്ളതിന് നിലവിൽ യാതൊരു ഐഡിയയുമില്ല. എന്നാൽ 4-5 ടെർമിനലുകൾ 4-5 ടെർമിനലുകളാണ് പ്രവർത്തന സജ്ജമായിട്ടുള്ളത്. അതിൽ 4-5 ടെർമിനലുകളിൽ ഒന്നിൽ ഈ കുവൈറ്റിന്റെ നാഷണൽ കാരിയേഴ്സ് മാത്രമാണ് പ്രവർത്തിക്കുന്നുള്ളത്. അത് കൃത്യമായി തന്നെ തുടരും എന്നുള്ളതാണ് അറിയുന്നത്. ഒപ്പം തന്നെ ഈ 5ാം ടെർമിനലിലും ചില ചീപ്പ് ആയിട്ടുള്ള വിമാന സർവീസുകളാണ്, താരതമ്യേന ഈ ടിക്കറ്റ് നിരക്ക് കുറവുള്ള വിമാന സർവീസുകളാണ് നടത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ടെർമിനലായിരുന്നു 1ാം ടെർമിനൽ. ആ 1ാം ടെർമിനലിന് സാരമായി തന്നെ ആക്രമണത്തിൽ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. അതെപ്പോൾ ഇനി തുറക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയയുമില്ല. എന്നാൽ കേരളത്തിലേക്കടക്കം 4 വിമാനങ്ങൾ ഇന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ്. കേരളത്തിലേക്ക് തന്നെ 4 വിമാനങ്ങളുണ്ട്. അത് തിരുവനന്തപുരത്തേക്ക് 2, ഒപ്പം തന്നെ കൊച്ചിയിലേക്കും 2 വിമാനങ്ങളാണ് ഉള്ളത്. തിരിച്ച് എത്ര വിമാനങ്ങൾ തിരിച്ചുണ്ട് എന്നുള്ളത് അത് ഓരോ വിമാനത്താവളങ്ങളിൽ നിന്നും നമുക്കതിന്റെ അപ്ഡേറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്.